അപകടത്തിൽ മരിച്ച മുരുകേഷിന് നാടിന്റെ അന്ത്യാഞ്ജലി. പുനലൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് ബസ് കാലിലൂടെ കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റ മുരുകേശൻ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പുനലൂർ ദീൻ ആശുപത്രിയിലെ ജീവനക്കാരനായിരുന്നു മുരുകേശൻ. പുനലൂർ KSRTC ഡിപ്പോയ്ക്ക് മുന്നിലെ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് പുനലൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് ബസ് കാലിലൂടെ കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത്. പുനലൂർ കാഞ്ഞിരമല പുത്തൻ വീട്ടിൽ 52 വയസ്സുള്ള മണി എന്ന മുരുകേശനാണ് മരിച്ചത്. പുനലൂർ ദീൻ ആശുപത്രിയിലെ ജീവനക്കാരനായിരുന്നു മുരുകേശൻ. ജൂൺ 19 വ്യാഴാഴ്ചയാണ് അപകടമുണ്ടായത്. മലയോര ഹൈവേയോട് ചേർന്ന് ബസ്സുകൾ ഡിപ്പോയിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിനരികിലൂടെ നടക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. തെങ്കാശിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. തുടർന്ന് ബസ് തട്ടി വീണ മുരുകേശന്റെ ഇടതുകാലിലൂടെ അതേ ബസ് തന്നെ കയറിയിറങ്ങുകയായിരുന്നു. തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മുരുകേശനെ മാറ്റിയിരുന്നു. ഇവിടെ ചികിത്സ തുടരുന്നതിനിടയിലാണ് ഞായറാഴ്ച മരണത്തിന് കീഴടങ്ങിയത്. തിങ്കളാഴ്ച മുരുകേശൻ ജോലി ചെയ്തിരുന്ന പുനലൂർ ദീൻ ആശുപത്രിയിൽ മുരുകേശന്റെ ഭൗതിക ശരീരം എത്തിച്ചപ്പോൾ നിരവധി പേരാണ് മുരുകേശനെ ഒരു നോക്ക് കാണാനായി എത്തിയത്. പൊതുദർശനത്തിന് ശേഷം തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.